അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ ആളാണ് അനുപമ പരമേശ്വരൻ. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും തമിഴ്, കന്നഡ സിനിമകളിൽ നിറയെ അവസരങ്ങൾ താരത്തിന് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം പങ്കിടുന്ന പോസ്റ്റുകൾ വളരെ വേഗത്തിൽ ശ്രദ്ധ നേടാറുമുണ്ട്. കരിയറിൽ തിളങ്ങി നിൽക്കുകയാണെങ്കിലും സമീപകാലത്ത് അനുപമ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചില പോസ്റ്റുകളാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. തന്റെ വ്യക്തി ജീവിതത്തിൽ ഏറെ വേദന നിറഞ്ഞ കാര്യമാണ് അനുപമ പങ്കുവച്ചത്. അതിന്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലേക്ക് എത്തിയ ഏറ്റവും ടോക്സിക് നിറഞ്ഞ ബന്ധത്തെക്കുറിച്ചും അതിൽ നിന്ന് മുക്തയായി സ്വന്തം ജീവിതം പുനരാരംഭിച്ചതിനെക്കുറിച്ചും തുറന്നു പറയുകയാണ് അനുപമ പരമേശ്വരൻ. താൻ പ്രണയിച്ച വ്യക്തിക്ക് രൂക്ഷമായ മൂഡ് സ്വിങ്സുകൾ ഉണ്ടെന്നും അന്യൻ സിനിമയിലെ കഥാപാത്രത്തെ പോലെ 3 വ്യത്യസ്ത സ്വഭാവമായിരുന്നു അയാൾക്കെന്നും അനുപമ പറയുന്നു. ഒരു അന്യനോടൊപ്പം ജീവിക്കുന്ന പോലെയായിരുന്നു. ചില ദിവസം റെമോ ആയിരിക്കും. ഇത്രയും സ്നേഹമുള്ളയാളെ കിട്ടാൻ ഞാൻ ഭാഗ്യവതിയാണെന്ന് തോന്നും. അടുത്ത ദിവസം അയാൾ അന്യനായി മാറും. അത്രയും ക്രൂരമായി പെരുമാറും. എന്നാൽ അടുത്ത ദിവസം അമ്പിയായി മാറി മാപ്പ് പറയും, യാചിക്കും, കുട്ടികളെ പോലെ കരയും, ആവർത്തിക്കില്ലെന്ന് സത്യം ചെയ്യും. എന്നത്തെയും പോലെ നമുക്ക് അറിയാത്ത കാര്യത്തിൽ പോലും തെറ്റ് നമുക്കായിരിക്കും. ഒരു തരത്തിലുമുള്ള സുരക്ഷിതത്വവും ആ ബന്ധത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് ആ ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ കടന്നുവന്നു. വസ്ത്രധാരണം മുതൽ സാമൂഹിക ഇടപെടൽ വരെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന തരത്തിൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നു. അഭിനയം അവസാനിപ്പിച്ച് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ ആക്കാനുള്ള ധൃതിയുടെ ഭാഗമായിരുന്നു. ഈ ബന്ധം ശരിയാവില്ല എന്ന് തുടക്കം മുതലേ എല്ലാവരും പറഞ്ഞു. എന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഡ്രാഗൺ എന്ന സിനിമ. എന്നാൽ ആ സിനിമ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല. ചെയ്യാൻ ഇരുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഉപേക്ഷിക്കേണ്ടതായും വന്നു. സുഖമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കരഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവുമായിരുന്നു. ആ ഒരു ഭീകര അവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടു എന്നാണ് അനുപമയുടെ വാക്കുകൾ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.